ഗായ്സ് അങ്ങനെ പാട്രിയറ്റ് കണ്ടു. ട്രെയിലർ കണ്ട പോലെ തന്നെ ഒരു ക്ലാസ് പടമാണ് പാട്രിയറ്റ്. ഒരു മാസ പടം എക്സ്പെക്ട് ചെയ്ത് പോകുന്നവർക്ക് മിക്കവാറും ഇതൊരു ഡിസപ്പോയിന്റ്മെന്റ് ആവാനേ വഴിയുള്ളൂ. പാട്രിയറ്റ് ആക്ച്വലി സംസാരിക്കുന്നത് കറന്റ് നടക്കുന്ന നമ്മുടെ ഡിജിറ്റലൈസേഷന്റെ കുറച്ച് ഇഷ്യൂസ് ആണ്. ഹൗ ദ ഗവൺമെന്റ് മേ ഓർ മേ നോട്ട് ബി ഇൻട്രൂഡിങ് ഇൻ ടു അവർ പ്രൈവസി. ഈ മൂവിയുടെ സിമിലർ പ്രമസ് ആണ് നമ്മുടെ ഹോളിവുഡിൽ ഇറങ്ങിയ സ്നോഡൻ എന്ന് പറയുന്ന മൂവിയുടേത്. മഹേഷ് നാരായണൻ ആണ് ഈ പടം ഡയറക്ട് ചെയ്തത് എന്ന് അറിഞ്ഞപ്പോൾ ഐ വാസ് പ്രിറ്റി ഷുവർ ഈ മൂവിയുടെ ഒരു ടെക്നിക്കൽ ക്വാളിറ്റി ഭയങ്കര ഹൈ ആയിരിക്കുമെന്ന്. ഇൻഫാക്ട് ഈ മൂവിയുടെ ടെക്നിക്കൽ ക്വാളിറ്റി ടോപ്പ് നോച്ച് ആണെങ്കിലും ഇതിന്റെ അകത്ത് കുറച്ച് കാര്യങ്ങൾ ഭയങ്കര അലമ്പായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഫോർ എക്സാമ്പിൾ ഇതിന്റെ അകത്ത് ഫാസ്റ്റ് ചെറുതായിട്ടൊന്ന് DH ചെയ്തിട്ടുണ്ട്. ഒരുമാതിരി നമ്മുടെ ഹെൻറി കാവലിനെ സൂപ്പർമാൻ ചെയ്ത പോലത്തെ ഒരു പരിപാടിയാണ് ഇതിന്റെ അകത്ത് അവര് ഫാസ്റ്റിൽ ചെയ്തത്. ഭയങ്കര അലമ്പായി പോയി. ഓൾസോ സ്റ്റോറി ലൈനിലുള്ള പല കാര്യങ്ങളും ഒട്ടും ഒരു കൺവിക്ഷൻ ഇല്ലാത്ത കുറച്ച് കാര്യങ്ങളുള്ള പോലെയും എനിക്ക് തോന്നി. ബട്ട് യെസ്, ഈ കുറച്ച് ഫാക്ടേഴ്സ് മാറ്റി നിർത്തുന്നതാണെങ്കിൽ പാട്രിയറ്റ് സ്റ്റിൽ ആൻ എൻജോയബിൾ മൂവി ഫോർ മീ. ഐ വാസ് പ്രിറ്റി മച്ച് സാറ്റിസ്ഫൈഡ് വിത്ത് പാട്രിയറ്റ്. ഓൾസോ ഇതിന്റെ അകത്ത് എടുത്ത് പറയേണ്ടത് ആക്ച്വലി ദ ബിഗ് ഗംസിന്റെ സ്ക്രീൻ പ്രസൻസ് തന്നെയാണ് നമ്മൾ ഇതിന്റെ അകത്ത് എടുത്ത് പറയേണ്ടത്. ആഫ്റ്റർ 18 ഇയേഴ്സിന് ശേഷമാണ് പാട്രിയറ്റിൽ ബിഗ് ഗംസ് ഒരുമിച്ച് വരുന്നത്. ഇതിനു മുമ്പ് അവർ അഭിനയിച്ച ലാസ്റ്റ് മൂവിയാണ് 2020. യെസ്, ഇതൊരു ഫുൾ ഓൺ മമ്മൂട്ടി പടമാണ്. മോഹൻലാൽ ഇസ് മോർ ഓർ ലെസ് ലൈക്ക് ആൻ എക്സ്റ്റൻഡഡ് ക്യാമിയോ ഇൻ ദിസ്. മോഹൻലാലും സ്ക്രീൻ പ്രസൻസ് വെച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ആൻഡ് യെസ്, മമ്മൂട്ടി ഈ പ്രായത്തിലും ഇങ്ങനത്തെ റോൾസും എഫേർട്സും എടുക്കുന്നത് ഭയങ്കര അത്ഭുതമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. യെസ്, സ്റ്റൺമെൻസിന് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഭയങ്കര അതിന്റെ എക്സിക്യൂഷൻ, പുള്ളി ചെയ്യുന്ന സ്റ്റൺസിന്റെയും കാര്യങ്ങളുടെയൊക്കെ എക്സിക്യൂഷൻ ഭയങ്കര നീറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. സ്റ്റൺസിന്റെ കാര്യം എടുത്തു പറയുന്ന സമയത്ത് പല ഫൈറ്റ് സീക്വൻസസും കൊള്ളാമെങ്കിലും കുറച്ചൊക്കെ ഭയങ്കര അലമ്പായിട്ടാണ് എനിക്ക് തോന്നിയത്. ഭയങ്കര ബാഡ്ലി കൊറിയോഗ്രാഫ് ഫൈറ്റ് സീൻസ് കുറേ ഉണ്ടെന്ന് എനിക്ക് തോന്നി. ഫോർ എക്സാമ്പിൾ ഇതിന്റെ നമ്മുടെ ട്രെയിലറിൽ കാണുന്ന ആ ടാറ്റ സഫാരി വെച്ചിട്ടുള്ള ഫൈറ്റ് സീനൊക്കെ ഭയങ്കര ബാഡ്ലി കൊറിയോഗ്രാഫ് ആൻഡ് അൺകൺവിൻസിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ആൻഡ് യെസ്, 1 ഇയറിന് ശേഷമാണ് സുഷിൻ ശ്യാം ഇസ് ബാക്ക് ടു ദ മ്യൂസിക് ഡയറക്ടർ പരിപാടി. മ്യൂസിക് എനിക്ക് കൊള്ളാമെന്ന് തോന്നി. അതിൽ ഇന്നാളെ യൂട്യൂബിൽ ഇറങ്ങിയ മനുഷ്യൻ എന്ന് പറഞ്ഞ സോങ് ആണ് ആക്ച്വലി എനിക്ക് ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത്. യെസ് ഗൈസ്, സോ ടു എൻഡ് പാട്രിയറ്റ് വാസ് എ പ്രിറ്റി സാറ്റിസ്ഫൈ മൂവി ഫോർ മീ. ഒരു 6 or 7 out of 10 കൊടുക്കാൻ പറ്റുന്ന ഒരു മൂവി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കുറച്ച് ഫ്ലോസ് ഉണ്ടെങ്കിലും ആ ഫ്ലോസ് മാറ്റി നിർത്തുകയാണെങ്കിൽ ഇറ്റ്സ് എ പ്രിറ്റി ഡീസെന്റ് മൂവി. ഫസ്റ്റ് ഹാഫ് വാസ് pretty much nice and സെക്കൻഡ് ഹാഫിലാണ് എനിക്ക് കുറച്ച് ലാഗും പരിപാടിയൊക്കെ, ക്ലൈമാക്സിനോട് എടുക്കുമ്പോഴാണ് കുറച്ച് ലാഗും പരിപാടിയൊക്കെ തോന്നിയത്. ഓവറോൾ വാച്ചിങ് ദ ബിഗ് ഗംസ് ഓൺ സ്ക്രീൻ വാസ് എ പ്രിറ്റി നൈസ് എക്സ്പീരിയൻസ്. നിങ്ങൾക്ക് ഇങ്ങനത്തെ മൂവി കഥകൾ ഇഷ്ടമാണെങ്കിൽ ഗോ വാച്ച് എ നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററി കോൾഡ് സോഷ്യൽ ഡിലിമ. നമ്മുടെ ഡാറ്റയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് മാനിപ്പുലേറ്റ് ചെയ്യുന്നത് എന്നറിയാനായിട്ട് പറ്റിയൊരു ഡോക്യുമെന്ററി ആണ് നെറ്റ്ഫ്ലിക്സിന്റെ സോഷ്യൽ ഡിലിമ. ഓൾസോ ദർ ഇസ് എ മാസ് കൊമേഴ്ഷ്യൽ പടം ഇൻ തമിഴ് കോൾഡ് ഇരുമ്പുതിരൈ, വിശാലിന്റെ ഇരുമ്പുതിരൈ. ദാറ്റ് ഇസ് ഓൾസോ പ്രിറ്റി നൈസ് മൂവി. So that's Patriot for you. Take care.